ഇന്നൊരു സിനിമ കണ്ടിട്ടുണ്ട്. അതിരടി. ഏതാ പവർ. ചെറിയ മൂടൊന്നും അല്ല. പക്ഷെ ഞാൻ പറയാം സത്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്കും പേഴ്സണലി ഞാൻ എന്റെ കാര്യം പറയാം, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് ഹാഫ് ഒക്കെ വെറുത്തു പോയി അങ്ങനെയൊന്നും ഇപ്പൊ എവരി വൺസ് കപ്പ് ഓഫ് ടീ അല്ല എന്നൊക്കെ പറയില്ലേ, ആ ഒരു പാറ്റേൺ എനിക്ക് നമ്മുടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേഴ്സണലി ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ക്രിഞ്ചൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് അങ്ങനത്തെ ടൈപ്പ് ആ ഒരു ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞത് നമുക്കത് ഇച്ചിരി പാടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ കഥയേ ഉള്ളൂ. ഇതാണ് പാറ്റേൺ. ഒരു കോളേജ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് അതിങ്ങനെ മുടങ്ങിപ്പോയി, അത് തുടങ്ങുന്നു. സെക്കൻഡ് ഹാഫിൽ ഒരു ക്യാമിയോ ഉണ്ട്, അവൻ തൂക്കി പടം. അത്രക്ക് പറയാനൊന്നും ഇല്ല, പക്ഷെ ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. നമ്മൾ ഓർക്കില്ലാത്തൊരു ആള് വരുന്നു എന്നുള്ളതൊക്കെ ഉള്ളൂ, അല്ലാതെ വലിയ ക്യാമിയോ കൊണ്ട് മനമറിക്കുന്ന. ഷാൻ റഹ്മാനെ ഒക്കെ കൊണ്ടുവച്ചേക്കുന്നു. എനിക്കറിയത്തില്ല, പുള്ളിയൊക്കെ അഭിനയിക്കേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല. അവരൊക്കെ ഉള്ള അവസാനത്തെ ആ ഒരു പരിപാടി മാത്രമേ നല്ലതുള്ളൂ. ഷാൻ റഹ്മാൻ വന്നു, വിനീത് ശ്രീനിവാസൻ വന്നു. ശ്രീനിവാസൻ കൊള്ളായിരുന്നു കേട്ടോ. എല്ലാരും ഷാൻ റഹ്മാന്റെ അഭിനയം ഒന്നും മോശമാണെന്നൊന്നും അല്ല കേട്ടോ പറയുന്നത്, അതൊക്കെ ഒരു ഇത് തന്നെ. പക്ഷെ എന്താ പറയാ, ഇത് നമ്മൾ എന്താ ഉദ്ദേശിച്ചു പോകുന്നത്, എല്ലാവരും മൊത്തത്തിൽ പടവേ അങ്ങനെ ഒരു കോമാളി വൈബ്സാ. ടോവിനോ ആണെങ്കിൽ മാസ് ആവാൻ കുറെ സ്ഥലത്ത് നോക്കിയിട്ടുണ്ട്, പക്ഷെ അതേപോലെ കോമഡി ആവാൻ ചില ഫൈറ്റൊക്കെ മിക്കവരും നല്ലതെന്നായിരിക്കും പറഞ്ഞത്, എനിക്കറിയില്ല. പക്ഷെ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഒരുത്തൻ 100 പേര് ഇടിക്കുന്ന മറ്റേ അങ്ങനത്തെ സെറ്റപ്പൊക്കെയാ. ഞാൻ പറയുന്നത് ലോജിക്ക് വെച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. മാജിക് അങ്ങനെയൊന്നും അല്ല തോട്ട എന്തോ വാഴക്ക ലോജിക്കിനെ പറ്റി മറന്നേക്കുക, അങ്ങനെയൊന്നും അല്ല. കുട്ടനാണ് കുട്ടൻ വില്ലനാവാൻ ലോജിക്ക് ഇല്ലാതെ ഇപ്പൊ ഒരു ഇത്രയും മേക്ക് ഓവർ ഒക്കെ നടത്തി പുള്ളി ഒരു വലിയ എഫേർട്ടൊക്കെ ഇടുന്നതല്ലേ. എന്നാ പിന്നെ ഒരു കോളേജ് പടം നമ്മളെന്താ മറ്റേ മീസൈമുറുക്കൊക്കെ പോലത്തെ വല്ലതും ആയിരിക്കും എന്നാ ഞാൻ ഓർത്തെ. ഇതിന്റെ അകത്തൊരു അടിയുണ്ട്, അത് കോളേജിന്റെ അകത്തൂടെ ഒക്കെ കയറി ഇത് ലോജിക്കലി അങ്ങനെ നടക്കത്തില്ല. ഞാൻ ഇന്റർവ്യൂവും കാര്യങ്ങളും ഒന്നും കണ്ടില്ല. ഇതിപ്പോ എങ്ങനെയാ പടം എന്നൊന്നും എക്സ്പെക്ട് ചെയ്യാതെ പോയോണ്ടൊക്കെ ആവാം. അതെ, ഞാൻ ട്രെയിലർ പോലും കാണാതെ ഞാനും പോയത്. ഇപ്പം അങ്ങനെ പോയി കാണണ്ട, എനിക്കത് ഇഷ്ടമല്ല. സിമ്പിളി പോയി സിനിമ കാണുക, അതാണ് എൻ്റെ ഒരു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേഴ്സണലി നമ്മള് പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരുപോലെ വരണമെന്നില്ല. പക്ഷെ സെക്കൻഡ് ഹാഫ് നല്ല രസമുണ്ടായിരുന്നു, നല്ല രീതിയിൽ കണ്ടു. അതെ, ചുമ്മാ ഇരിക്കുമ്പോൾ പോയി കാണുക. വലിയ എന്താ പറയാ, വലിയ വയലൻസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉള്ള പടമൊന്നും അല്ല, വലിയ ചിന്തിക്കാനും ഒന്നും ഇല്ല. ചുമ്മാ കണ്ടുറങ്ങി എണീറ്റ് പോവാം, അത്ര. വേറെ ഇതിന്റെ തന്നെ അറിയാം, കുഴപ്പമില്ല. ആ പുള്ളിക്കാരി ഇപ്പൊ നമ്മള് എല്ലാ പടം മറ്റേ എല്ലാ പടം ഒന്നും പറയാനില്ല, ഇപ്പൊ ഇതും ഇതിന് മുന്നത്തെ മറ്റേ നിരുമ്പോഴുള്ള പടമൊക്കെ കാണാൻ ആ ഒരു പാറ്റേൺ തന്നെ, അതേ സംസാര രീതി, അതേ സംഭവം. മെയിൻ ആൾ ബേസിൽ ജോസഫ്. ബേസിലിന്റെ പെർഫോമൻസ് ആക്ച്വലി നല്ല കേട്ടോ. പറയാൻ ലേറ്റ് ആയി ബേസിലിനെ പറ്റി. ബേസിലിന്റെ പെർഫോമൻസ് ആക്ച്വലി നല്ലതാ, കാര്യങ്ങളൊക്കെ സെറ്റാ. ക്രിഞ്ച് ഓവറാക്കി ചെയ്തൊക്കെ നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. അതുപോലെ ഏറ്റവും നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്ന ബേസിലിന്റെ ചേട്ടനായിട്ട് അഭിനയിച്ച പുള്ളി ഒരു ഏറ്റവും നല്ലതെന്നല്ല, പുള്ളി ഒരു മീറ്ററിലാണ് പോകുന്നത്, ആ മീറ്റർ കറക്റ്റ് ആയിരുന്നു, പുള്ളിക്ക് ചേരുന്നുണ്ട്. പിന്നെ ആരായിരുന്നു അതിൻ്റെ അകത്ത്? പിന്നെ പള്ളിരാജൻ മറ്റേ